കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിലുള്ള എല്ലാവരും വാങ്ങിയിട്ട് നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു സ്ലിംഗ് ബാഗ് ഞാനും വാങ്ങി. ഒന്നല്ല രണ്ടെണ്ണം. ഒന്ന് നല്ല സിമ്പിളായിട്ട് ലെതറിൻ്റെ തന്നെ ബെൽറ്റ് വരുന്നതും, രണ്ടാമത്തത് നല്ല ഡിസൈനോട് കൂടി ക്ലോത്തിൻ്റെ ബെൽറ്റ് വരുന്നതും. ഞാൻ വാങ്ങിയ ബാഗിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ഒന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഈ ഒരു പാഴ്സൽ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. ഞാനത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു സ്ലിംഗ് ബാഗോ അല്ലെങ്കിൽ ഒരു പേഴ്സോ ഒക്കെ വാങ്ങുന്ന പോലെയല്ല, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകും. അത്യാവശ്യം നല്ല വലിയ സൈസിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കൊരു ഫോണോ അല്ലെങ്കിൽ അതിനുള്ളിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ വയ്ക്കാം. വലിയ സാധനങ്ങളല്ല, അത്യാവശ്യം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഇതിനുള്ളിൽ വയ്ക്കാം. ഈ ഒരു സ്ലിംഗ് ബാഗ് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ബെൽറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വർക്കും നല്ല ഡിസൈനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു ക്ലോത്തിൻ്റെ ബെൽറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ കിട്ടാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കും ഒക്കെ ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ബെൽറ്റിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റിയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബെൽറ്റ് നമുക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഹുക്കുമൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതും പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബെൽറ്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സൈസിലാണ് ഇത് വന്നിട്ടുണ്ടത്. ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം സൈസിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫോൺ മാത്രമല്ല, നമുക്ക് പേഴ്സ്, ചെറിയൊരു പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വെക്കാം. കാരണം ഇതിനുള്ളിൽ അല്ലാതെ വേറെ കള്ളികളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാഷൊക്കെ വെച്ചിട്ട് പോകാനാണെങ്കിൽ അല്ലെങ്കിൽ ATM കാർഡോ ഒക്കെ വെച്ചിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ചെറിയ പേഴ്സ് കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഫോൺ മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് അല്ലെങ്കിൽ ടവലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വെക്കാം. അപ്പോൾ അത് ഇങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഈ തുടങ്ങുന്ന ഒരു ഭാഗത്ത് ചെറിയൊരു ലെതറിൻ്റെ പീസ് വരുന്നുണ്ട്. ബാക്കി ഇങ്ങോട്ട് നല്ല ഡിസൈൻസും കാര്യങ്ങളോട് കൂടിയാണ് ഈ ഒരു ബെൽറ്റ് വന്നിട്ടുള്ളത്. ക്ലോത്തിലാണ് ഈ ബെൽറ്റ് വന്നിട്ടുള്ളത്. ഇത്രയും വീതിയിൽ ഇത്രയും ഡിസൈനിൽ വരുന്നൊരു ബെൽറ്റ് നമുക്കിത് അത്യാവശ്യം ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് മാച്ചായിട്ട് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഇത് രണ്ടാമത്തെ ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ബാഗും നേരത്തെ ആ ഒരു പാക്കിങ് പോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ബെൽറ്റ് കാണുന്ന രീതിയിലാണ് അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയും പാക്കിങ് നല്ലതായിട്ടായിരുന്നു. അകത്ത് ഇതിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് പ്ലാസ്റ്റിക്കൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് പറയുകയാണെങ്കിൽ രണ്ട് ബാഗിനും നല്ല ക്വാളിറ്റിയാണ് ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ബാഗിൻ്റെ ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബെൽറ്റാണ് ഈ ഒരു ബാഗിന് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ബാഗിൻ്റെ ബെൽറ്റിൻ്റെ അത്രയും വീതിയില്ല, അപ്പോൾ വീതി കുറഞ്ഞിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബെൽറ്റാണ് വന്നിട്ടുള്ളത്. മറ്റേ ആ ബെൽറ്റിനേക്കാട്ടിലും ആ ഒരു ക്ലോത്തിൻ്റെ ബെൽറ്റിനേക്കാട്ടിലും കുറച്ചും കൂടെ നീളം കൂടുതലായിട്ട് നമുക്കിതിന് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല നീളത്തിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബെൽറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഉറയും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്യാഷോ അല്ലെങ്കിൽ കാർഡോ ഒക്കെ വെക്കാനായിട്ട് അത് സേഫ് ആയിരിക്കും. അപ്പം അത് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇത് നെഗറ്റീവായിട്ട് പറയാൻ. അല്ലാതെ നെഗറ്റീവൊന്നുമില്ല. മെറ്റീരിയൽ വൈസ് ആയാലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ക്ലോത്തിൻ്റെ ബെൽറ്റിനേക്കാട്ടിലും നന്നായിട്ട് നമുക്കിത് ലെന്ത് കൂട്ടി എടുക്കാം. മറ്റേതിന് കുറച്ച് ലെന്തേ വരുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ലെന്ത് കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഈ മെറ്റീരിയൽ വരുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന മെറ്റീരിയലാണിത്. ഇത് ഇതുവരെ വാങ്ങിയിട്ടില്ല, വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് വാങ്ങിച്ചോളൂ. ക്വാളിറ്റി വൈസ് ഇതിന് ഒരു പേടിയും ഇല്ലാതെ തന്നെ നമുക്കിത് പർച്ചേസ് ചെയ്യാം.